ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ എം നിമിഷ ഡേവീസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാണ്ടാസിലോട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പാണ്ടാസ് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ നംപൈ ചെയ്ത പോലെ തന്നെയാണ് ഇതും വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പൈച്ചാം ഓപ്പൺ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഫയലിൽ താഴെ ന്യൂ പ്രൊജക്റ്റ് സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതിലെന്ത് ചെയ്യുക, സെറ്റിങ്സ് ഫോർ ന്യൂ പ്രൊജക്റ്റ് എടുക്കാം. ഞാൻ പുതിയ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തോട്ടെ കേട്ടോ. ഇവിടെ ഓൾറെഡി പൈത്തൺ ഇൻ്റർപ്രെറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി എന്ത് ചെയ്യുക, ഇവിടെ പ്ലസ് കൊടുക്കുക. ദെൻ ലോഡായിട്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, പാണ്ടാസ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. വെയിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, പാണ്ടാസ് എൻ്റെ സൗണ്ട് ശരിയായിട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി. ദെൻ എന്ത് ചെയ്യുക, പാണ്ടാസ് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ പാക്കേജ് എന്നുള്ളത് കൊടുക്കുക. പാണ്ടാസ് സെലക്ട് ചെയ്തു, ഇൻസ്റ്റാൾ പാക്കേജ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളിംഗ് എന്ന് വരുന്നുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ, കുറച്ച് നേരം പിടിക്കും. ഇവിടെ എഴുതിക്കൊണ്ട് കണ്ടോ, പാണ്ടാസ് എന്ന് പറഞ്ഞപ്പോൾ പവർഫുൾ ഡാറ്റ സ്ട്രക്ചർ ഫോർ ഡാറ്റ അനാലിസിസ്, ടൈം സീരീസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ പാക്കേജ് പാണ്ടാസ് ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്യുക, ക്ലോസ് കൊടുക്കുക, ഇത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ബൈനറി മൊഡ്യൂൾസ് ഒക്കെ ലോഡ് ആവുന്നുണ്ടായിരിക്കും, വെയിറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പുതിയൊരു സാമ്പിൾ ആയിട്ട് ഒരു ടെസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ആയോ ഇല്ലയെന്ന് അറിയണ്ടേ. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമുക്ക് പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യാം. അതിന് മുൻപ് നമ്മൾ മെഷീൻ ലേണിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നംപൈയും പാണ്ടാസും രണ്ടും കൂടി ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴേ തൊട്ടേ ആ നംപൈയും ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട് നംപൈ ആസ് എൻ പി, അതേപോലെ എന്താണ് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എൻ പി പി ഡി എന്നാണ് കുറച്ച് സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിത് എന്തിനാ ഇപ്പം നംപൈ ഇമ്പോർട്ട് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇനി വരാൻ പോണേൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ, മെഷീൻ ലേണിംഗ് ടൈമിൽ പഠിക്കുമ്പോൾ നമ്മൾ നംപൈയും പാണ്ടാസും ഒക്കെ ഇമ്പോർട്ട് ചെയ്യും. അപ്പം ഇപ്പോഴേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാനാണ് ഇത് ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നു, പ്രിന്റ്, ഞാൻ പി ഡിയുടെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നു. പി ഡി ഡോട്ട് ഹൈഫൺ ഹൈഫൺ വേർഷൻ ഹൈഫൺ ഹൈഫൺ. അപ്പം റൺ ചെയ്യാം. അപ്പോൾ പി ഡിയുടെ വേർഷൻ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യട്ടോ, റൺ ആവുന്നേ ഉള്ളൂ. കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയി എന്നർത്ഥം. ഓക്കെ, നമുക്ക് നംപൈ ഡി വേണമെങ്കിൽ നോക്കാം. പ്രിന്റ് എൻ പി ഡോട്ട് ഹൈഫൺ ഹൈഫൺ വേർഷൻ ഹൈഫൺ ഹൈഫൺ. അപ്പോൾ രണ്ടിൻ്റെ വേർഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പം നിങ്ങൾ ഇന്നത്തെ വേർഷനാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഒക്ടോബർ 23 വേർഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്നത്തെ വേർഷൻ ആയിരിക്കും അവിടെ വരുന്നതായിരിക്കാം. അപ്പോൾ വേർഷൻ വ്യത്യാസമായല്ലോ എന്ന് വെച്ചിട്ട് വറീഡ് ആവണ്ട. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ട് പാണ്ടാസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കൊടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.